ചുരുക്കമായ ചില ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മ, ഈ ഗൂഗിൾ മീറ്റിൽ നിങ്ങളുടെ മധ്യേ വചനവുമായി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല വിധങ്ങൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തി വരുത്തുന്ന ഒരു നല്ല കർത്താവ്. ഷഹന ഹസ്തപ്രൗഢയാതന. ആമേ, ഞാനിങ്ങനെ കർത്താവിൻ്റെ ദാസി എന്നെ രാവിലെ വിളിച്ചു. ഞാൻ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലെങ്കിലും യേശു പറഞ്ഞു. എന്നാൽ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ആത്മാവിനോട് സംസാരിച്ച ഒരു ദൈവശബ്ദം. ദാസി ഇങ്ങനെ പറഞ്ഞു, തീച്ചൂളയ്ക്കകത്തൂടെ കടത്തിവിടുന്ന ഒരു ദൈവം. പലപ്പോഴും ജീവിതത്തിൽ സകലത നന്മകളും ശത്രുക്ക് മേശയ്ക്ക് അഭേദനകമന്റെ കാര്യം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന വിചിന്തനത്തിന് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന നിങ്ങളോട് പറയാൻ ക്രിസ്തുയേശുവിൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു ദൈവശബ്ദമായിരിക്കും ഇന്ന് രാത്രി കൈമാറുന്നത്. വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഓടി വന്ന് കയറിയിരുന്നത് അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ട്. പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് ആയിരുന്നാൽ നമ്മെ പ്രവർത്തിക്കുന്നത് ദൈവമാകിയാൽ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടാണെന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ ആരാണെന്നുള്ളതാ. ഇന്ന് സന്ധ്യാസമയം സ്വർഗം എന്നോട് പറയാൻ പറഞ്ഞത്, പ്രതിസന്ധി എന്താണെന്ന് പറയാനോ പ്രതിസന്ധിയുടെ വലിപ്പം പറയാനോ ഒന്നും അല്ല തമ്പുരാൻ എന്നോട് ഇന്ന് രാത്രി ചർച്ചത്. ഈ ഭൂമിയിൽ അപ്പന്റെ കൈക്കീഴിനകത്ത് വരാത്തതൊന്നുമില്ല. സകലത്തിന്റെയും നാഥനും ഉടയവനും എന്റെ പിതാവാകിയാൽ. അപ്പൊ പ്രതിസന്ധി ഇല്ല വലുത്. നാം തന്നെ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ആമേ ഇങ്ങനെ ഒരു വാശ യോശുവോട് പറയുന്നുണ്ട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ എന്ന് പറഞ്ഞാൽ മോശ ഒറ്റയ്ക്കല്ലായിരുന്നു. മോശ ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ പരാജയപ്പെട്ട് ഓടി ഒളിച്ച മോശയെ ദൈവത്തിന്റെ പർവ്വതത്തിനകത്ത് വെച്ച് സ്വർഗത്തിന്റെ ഇടപെടലല്ല വിളിച്ചതാ. മോശയെ വിളിച്ചതാ. ഇന്ന് രാത്രി വിളി കേട്ടിറങ്ങിയവൻ പിറകോട്ട് നോക്കാൻ ഇടവരുതത്തില്ല. ഇന്ന് വിളി മനുഷ്യന്റെ വിളിയാണെങ്കിൽ പരിധിയുണ്ട് കേട്ടോ. നീ ഇറങ്ങി തിരിച്ചത് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണെങ്കിൽ ആര് നോ പറഞ്ഞാലും, എന്റെ വാക്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, അഹരോൻ നോ പറഞ്ഞാലും സഹോദരിയായ മിരിയാം നോ പറഞ്ഞാലും സ്വർഗം നിങ്ങളോട് കൂടെ നിൽക്കും. ആത്മമണ്ഡലത്തിനകത്ത് ഒരു ദൂത പറഞ്ഞത്, നിന്റെ കൂടെ നിനക്കൊറ്റയ്ക്ക് ചലിക്കാൻ കഴിയത്തില്ലെന്ന് മോശ ദൈവത്തോട് സംസാരിച്ചപ്പോൾ അഹരോനെ ദൈവം വായായി നൽകിയെങ്കിലും ദൈവം മോശയോട് പറഞ്ഞു, നീ സംസാരിച്ചാലേ അഹരോന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നീയാണ് എന്റേത്. ഒരു കാര്യം ആത്മാവിൽ തിരിച്ചറിഞ്ഞോണം. അഹരോനെ ദൈവം കണ്ടെത്തിയത് മോശയുടെ ഹിതപ്രകാരമാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ ഹിതം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നതാ. എന്നാൽ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്കത് കഴിയത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പ്രിയ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ മിസ്രൈമിലെ സകല ജ്ഞാനവും അറിവും കഴിവും വിദ്യയും ഇതൊക്കെ പ്രയോഗിക്കാൻ എന്നാൽ സാധിക്കത്തില്ല. കാരണം ഇതെവിടെ പ്രയോഗിക്കുന്നോ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന് ശക്തിക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. ഈ ലോകത്തിന്റെ സകല പ്രവൃത്തികൾക്കും പരിധിയുണ്ട്. യുദ്ധങ്ങൾക്കും രാജാക്കന്മാർക്കും ബലങ്ങൾക്കും എല്ലാം പരിധിയുണ്ടെന്ന് ചരിത്രം നമ്മളെ വിളിച്ചു പറയുന്നു. ലോക രാജ്യങ്ങളിൽ സമ്പന്നതയുടെ ഉന്നതിയിൽ നിന്ന് നാം അറിയാതെ ആ രാജ്യങ്ങൾ താഴോട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഭരണാധികാരികൾ മാറുന്നത് നമ്മൾ കാണാറുണ്ട്. രാജാക്കന്മാർ മാറുന്നത് കാണാറുണ്ട്. പക്ഷെ അവരെല്ലാം പറയും ഞങ്ങൾക്ക് മാറ്റമില്ല. എന്നാൽ സ്വർഗം ഇങ്ങനൊരു പറയുന്നുണ്ട്, രാജാക്കന്മാരെ ആക്കുന്നത് നിയമിക്കുന്നത് ഇവിടല്ല. ഇന്ന് സന്ധ്യാസമയം സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുന്നു, വിളി
വിളിയും തിരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. വിളിയും തിരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പുവരുത്തണം. നാം ആരാണെന്നുള്ള ഒരു ബോധ്യമാ ഇന്ന് രാത്രികാലം ദൈവ പൈതലെ നാം അറിയേണ്ടത്. നമ്മുടെ ദൈവം ആരാണെന്ന് നാം തിരിച്ചറിയുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവന് കഴിയാത്തതൊന്നുമില്ല. പാട്ടുകാരൻ പറയാൻ പറയാനൊന്നുമില്ല, അവനെ പോലെ ആരാധ്യനാരുമില്ല എന്ന് പറഞ്ഞ് നീ ഏത് പ്രതിസന്ധിക്കകത്ത് എങ്ങനെ അകപ്പെട്ടാലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിന്റെ ആവശ്യം എന്നതെന്നറിയുന്നത് നീ ആ പ്രതിസന്ധിക്കകത്ത് വരുന്നതിന് മുമ്പേ നിന്റെ പ്രതിസന്ധി എന്തെന്നും നിന്റേതായ ആവശ്യം എന്തെന്നും നീ എങ്ങനായി തീരുമെന്നും നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിനെയായി ഇന്ന് രാത്രി സേവിക്കുന്നതെന്ന് മറന്നു പോകരുത്. ആത്മാവിൽ മോശ വിചാരിച്ചത് ഇസ്രായേലിൽ അടിമത്തത്തിനകത്ത് കിടക്കുമ്പോൾ മോശ ജനിക്കുന്നു. ഓർത്തോണം, മോശ ജനിക്കാനുള്ള സമയം എന്നാന്ന് ചോദിച്ചാൽ സകല ഇസ്രായേലിന്റെ സകല തലമുറകളും നൈൽ നദിക്കകത്ത് മുങ്ങുമ്പോൾ, അല്ലെങ്കിൽ രക്തം അതിനകത്ത് വീഴുമ്പോൾ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. ഇന്ന് കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ, കരുതൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് വെളിപ്പെട്ടാൽ ഈ ഭൂമിയിൽ എഴുതുന്ന സകല രേഖകളും കൽപ്പനകളും ക്യാൻസലായി പോകും. ഒരു ദൂത് കൈമാറാൻ പരിശുദ്ധാത്മാവെന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാനൊരു ദൂത് കൈമാറാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം ലഭിച്ച നാം ഭയന്ന് പിന്മാറരുത്. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഇവരെ ചലിപ്പിക്കുന്ന ഇരുട്ടിന്റെ അന്ധകാര മണ്ഡലത്തെ ജയിക്കാൻ അഭിഷേകത്തിന്റെ ഒരു അധികാരം അത് ആരിൽ വെളിപ്പെട്ടു? അത് ഏലിയാവിൽ വെളിപ്പെട്ടു, അത് ഏലീശയിൽ വെളിപ്പെട്ടു, അത് അപ്പോസ്തലന്മാരിൽ വെളിപ്പെട്ടു, അത് ഇന്നും വെളിപ്പെടുന്നു. പക്ഷേ വെളിപ്പെടുന്നത് പുറത്തേക്ക് ജ്വലിക്കുന്ന ഒരു ദൈവശക്തിയായി ഇന്ന് രാത്രി ചലിക്കട്ടെ. വാക്യം ഒന്ന് തൊട്ടേച്ച് ഞാൻ വരാം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ, അതിന്റെ ഒരു സെന്റൻസ് മാത്രം ഞാൻ വായിക്കും. ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവം കൊണ്ട്. അത്രയും മാത്രമേ പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഇല്ലായിക കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവം ഇനി ഉണ്ടാകത്തില്ല, ഇനി ഉണ്ടായിട്ടുമില്ല, ഇനി ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഈ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും വിശ്വസിക്കുന്ന ദൈവമാണെന്ന് നെബൂഖദ്നേസറിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു ദൈവം. എന്റെ മേൽ ഒരു ദൈവസാന്നിധ്യം ചലിക്കുന്നത് കൊണ്ട് ആത്മമണ്ഡലത്തിൽ ദൂത് പറയാം. അതിന്റെ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്നവനാര്? 15-ാം വാക്യത്തിൽ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ഈ ഭൂമിയിൽ ഒരുവനുമില്ലെന്ന് ധൈര്യപൂർവം ദേശം കേൾക്കെ, പട്ടണം കാൺകെ, എന്ത് ചെയ്യാ, മന്ത്രിമാരും ദേശത്തിലെ പ്രഭുവരും കേൾക്കെ ഇവരോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, വണങ്ങിയാ മാത്രം പോരാ, ഞാൻ നിർത്തിയിരിക്കുന്നതിന് മുമ്പിൽ നീ വീഴണം. അത് വീണാ മാത്രം പോരാ, നിന്റെ വിശ്വാസം നീ തള്ളിപ്പറയണം. ഇന്ന് രാത്രി കാലം നിന്റെ വിശ്വാസത്തെ തള്ളിപ്പറയിച്ച് നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ മുറിച്ചു കളയുവാൻ ശത്രുവായവൻ പദ്ധതി ഒരുക്കുമ്പോ അതിനെ തിരിച്ചറിഞ്ഞ് നീ അതിന്റെ മുമ്പിൽ പതറിപ്പോകാതെ ഇന്ന് രാത്രി ജയം നൽകുന്ന ഒരു ദൈവത്തിലേക്ക് നിന്റെ കണ്ണുകളൊന്ന് ഉയർത്തി മാനസിക ഇരുളിന്റെ ശബ്ദങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെട്ടു പോകാതെ എന്നെ സഹായിക്കാൻ കഴിയുന്ന, എന്നെ വിടുവിക്കാൻ കഴിയുന്ന, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ പിണ്ടാകാരമാകുന്നതിന് മുമ്പ് ഞാൻ എവിടെ ജനിക്കുമെന്ന്, ഞാൻ എങ്ങനായിരിക്കുമെന്ന്, ഞാൻ എങ്ങനെ വളരുമെന്ന്, എന്റെ ഭാവി എന്തുവെന്ന് മുന്നമേ അറിയുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി എന്റെ ദൈവമായി എനിക്ക് ലഭിച്ചത് കൊണ്ട്, ആ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് കൊണ്ട്, ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒരു ലോകത്ത് നിത്യമായ സത്യത്തെ അതിന്റെ തികവോടെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ വലിച്ചെടുത്ത് ക്രിസ്തുവായ പാറമേൽ എന്നെ നിർത്തിയ ഇത്ര വലിയ
രക്ഷ എന്റെ ജീവിതത്തിൽ ദൈവമേ നീ തന്ന അങ്ങയുടെ കൃപയ്ക്ക് ഞാൻ എന്ത് പകരം കൊടുക്കുമെന്ന് ലോകം നിന്നെ നോക്കി വിധിക്കുന്നത് പാമേ പലപ്പോഴും നിന്നെ തകർക്കാനാ. എങ്ങനെ തകർക്കാനാണെന്നറിയാവോ? നിന്നെയും ദൈവവും തമ്മിൽ എവിടെങ്കിലും താമയെ ബന്ധം മുറിച്ച് കളയുന്ന ഇന്ന് ഈ പിശാച് ഈ ലോകത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതി എന്നാന്നറിയാവോ? ദൈവാശ്രയം ഇല്ലാതാക്കി കളയുക. ദൈവാശ്രയം ഇല്ലാതാക്കി കളയുക. ദൈവത്തിൽ ഒരുവൻ ആശ്രയിച്ചാൽ ദൈവ ശബ്ദം കേൾക്കാൻ ഇടയാവും. അവൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കേൾക്കും. പക്ഷെ അങ്ങനെ കേൾക്കാതിരിപ്പാൻ ശത്രു എന്ത് ചെയ്തെന്നറിയോ? പദ്ധതികൾ ഒരുക്കാൻ തുടങ്ങി. അതിന് ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കും, ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ പേരുകളൊന്നും ഞാൻ ചില ഇസബേലിന്റെ വ്യാപാരം ഇന്ന് ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ചില ആഹാബിന്റെ ശക്തികൾ ഇന്ന് ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ചില ഫറവോന്റെ ശക്തികൾ ഇന്ന് ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെളിപ്പെടാതെ മറഞ്ഞു നിന്ന് ചിലരെ ആയുധമായി ഉപയോഗിക്കുക. ഇവിടെ നെബൂഖദ്നേസറിന്റെ ഹൃദയത്തിനകത്ത് ഈ ചിന്ത കൊടുത്തതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന നീ എന്ത് ചെയ്യണം? മുട്ടുമടക്കണം. പ്രാർത്ഥിക്കുന്ന നീ ദേശത്ത് ഇനി ഉയരരുത്. പ്രാർത്ഥിക്കുന്ന നീ നിന്റെ ജനം നിനക്കെതിരെ വരണം. രാജ്യത്തെ തിരിച്ച് നിയമത്തെ തിരിച്ച് നിന്നെ ഒറ്റപ്പെടുത്തി എല്ലാവരുടെ മുമ്പിൽ ഒരു തൂത്തുകാഴ്ചയാക്കി ചെയ്ത് നിന്നെ നശിപ്പിക്കാൻ ചിലതിന്മേൽ പദ്ധതി ഇടുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുക, ദൈവത്തിൽ ഒരുവൻ ആശ്രയിച്ച അവൻ ഒരു നാട് പോകാൻ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ ഞാനൊരു ദൂത് പറയാ, പൊന്നുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കാൻ ഒത്തിരി ചെലവില്ലേ പ്രിയരെ? ഒത്തിരി ചെലവുണ്ട്. രാജാവിൽ നല്ലൊരു സംഖ്യ എന്ത് ചെയ്തു? ഇതിന് വേണ്ടി ചെലവിട്ടു. സകലരും വീണു നമസ്കരിച്ചു. പക്ഷേ ഇതിന്റെ മുമ്പിൽ നിവർന്നു നിന്ന 3 പേരുണ്ട്. ഇന്ന് രാത്രി എല്ലാരും വീഴുന്നിടത്ത് പോയി നീ വീഴരുത്. എന്തെങ്കിലും ലഭിക്കുമെങ്കിലും നീ വീഴരുത്. എന്തെങ്കിലും ഓഫർ ചെയ്താൽ നീ അതിന്റെ മേലും വീഴരുത്. നിനക്കൊരു നന്മ തരാമെന്ന് പറഞ്ഞാൽ നീ വീഴരുത്. മാനിക്കാമെന്ന് പറഞ്ഞാൽ നീ വീഴരുത്. കാരണം എന്നറിയാവോ? അവരൊക്കെ തരുന്നതിനൊരു പരിധിയുണ്ട് പ്രിയരെ. ഇന്ന് രാത്രി എന്റെ ദൈവം ഇറങ്ങി വന്ന ദേശം കാണും. എന്റെ ദൈവം ഇറങ്ങി വന്നാൽ ഇനി മറുപടി മറ്റൊന്നും വരത്തില്ല. ഏത് നാവുകൊണ്ട് ഇവരെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവൻ ആരുണ്ടെന്ന് ചോദിച്ചവനെ കൊണ്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനും നീയും സേവിക്കുന്ന നമ്മുടെ ദൈവമാണ് കേട്ടോ. ഒരുവനെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന്റെ കാരണം എന്നറിയാമോ? ഇന്നുവരെ രാജകൽപ്പനയ്ക്ക് ഭംഗം വന്നിട്ടില്ല. ഇന്നുവരെ രാജകൽപ്പന നടപ്പിലാക്കി മാത്രം കണ്ടിട്ടുള്ള ആ രാജാവിന് കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്താണെന്നറിയാമോ? ദൈവത്തെ സേവിക്കുന്നവനെ പിടിച്ചപ്പോഴേ സ്വർഗം ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തു. രാജാവ് എത്ര സന്നാഹങ്ങൾ ഒരുക്കിയാലും, എത്ര തീയുടെ തീച്ചൂടെ 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും, സൈന്യത്തിലെ മഹാബലവാന്മാരെ വിളിച്ചു. എന്തിനാ വിളിച്ചെന്നറിയാവോ? യുവമാരെ എടുത്തോണ്ട് വരണം. കാരണം അവരുടെ ആടെ മുഴുവനുമായി ബന്ധിപ്പിച്ചപ്പോ അവർക്ക് നടക്കാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് കൊണ്ടിടാനാ പറഞ്ഞ്. എന്നാൽ ഒറ്റ കാര്യമേ രാജാവ് ആഗ്രഹിക്കുന്നുള്ളൂ, ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. ഞാൻ രാജാവാ, ഞാൻ അധികാരം എന്റേതാ, ഇവരാരുമല്ല. ഈ ദേശത്ത് പരദേശിയായി അല്ലെങ്കിൽ പ്രവാസത്തിൽ വന്നിരിക്കുന്നവരാ. ഇവരുടെ മുമ്പിൽ ഞാനാ വലിയത്.
എന്റെ കൽപ്പനയാ വലുത്, എന്റെ രാജസ്ഥാനമാ വലുത്. ആമേ, അങ്ങനെ ചിലത് വലുതെന്ന് പറയുന്നവനെ ഇന്ന് ചെറുതാക്കാൻ പോവാ ദൈവം. ലോകം നിന്റെ മുമ്പിൽ വ്യാമേ മൂട്ടുമടക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആമേ, നിന്റെ കുടുംബത്തിനകത്ത് ചിലത് വലിപ്പം വെല്ലുവിളിക്കുന്നുണ്ട്. ആമേ, ചിലത് അധികാരത്തെ കയണിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ അത് വീഴാൻ പോവുക, അത് വീഴാൻ പോവുക. എത്ര പേർ വിശ്വസിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു? നിന്റെ തലമുറയെ പിടിച്ച വെല്ലുവിളിയില്ലേ, നിന്റെ തലമുറയെ വശീകരിച്ച് ആമേ നിന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ നോക്കുന്ന ആ പോരാട്ടത്തെ ഇന്ന് ആത്മാക്കാൻ പോവുക. നിനക്ക് നിന്റെ സ്വസ്ഥതയെ അവൻ കെടുത്ത് കളയാൻ നോക്കുന്ന ഒന്നാമത്തെ ശത്രുവിന്റെ പദ്ധതി നിന്റെ സ്വസ്ഥതയില്ലാതാക്കുക. നീ നിർഭയമായി വസിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞ് നിനക്ക് ഈ ദേശത്ത് പരദേശിയായി അല്ലെങ്കിൽ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ദേശത്ത് ആമേ ദൈവം നിന്നെ മാനിക്കുന്ന, അല്ലെ നിന്റെ ശുശ്രൂഷ ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, നിന്റെ ഏതൊക്കെ മേഖലയിലായിക്കോട്ടെ, യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വന്നൊരു പ്രതികൂലം, ആമേ സാഹചര്യമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് കയറി വരിക. അങ്ങനെ ഉണ്ടാകുന്ന ചിലതിനെ ഇന്ന് ദൈവം അടിച്ചുവിടും കേട്ടോ. പറഞ്ഞാൽ ഒന്നുകൂടെ വചനം കൊണ്ട് തെളിയിക്കണമല്ലോ. ആമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുമായി താൻ പടകിൽ സഞ്ചരിച്ചപ്പോ പെട്ടെന്ന് കാറ്റടിച്ചു. പെട്ടെന്ന് ഈ കാറ്റ് സാധാ കാറ്റല്ല, എന്നാന്നറിയാവോ? അക്കരെ കിടക്കുന്നവൻ വിടുതൽ പ്രാപിക്കാതിരിക്കാൻ അടുപ്പിക്കുന്ന ഒരു കാറ്റായത്. നമ്മെ അതിനെയൊക്കെ വ്യാഖ്യാനിച്ചു പോയാൽ ഒത്തിരി പോകണം, അങ്ങോട്ടൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാറ്റിന്റെ പ്രത്യേകത ഇത് മുക്കുന്ന കാറ്റാ, ഇത് വഴി തടയുന്ന കാറ്റാ, ഇത് ഭയപ്പെടുത്തുന്ന കാറ്റാ, ഇത് പിറകോട്ട് വലിക്കുന്ന കാറ്റാ. ഈ കാറ്റിന് ഒത്തിരി ആമെ അർത്ഥങ്ങളുള്ള കാറ്റാ. ഇതുവരെ ഇവരനുഭവിച്ചിട്ടില്ലാത്ത ആമെ പ്രതിസന്ധി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാറ്റാ ഈ കാറ്റ്. പക്ഷേ ആമെ അവരാൽ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കാൻ നോക്കി. ആമേൻ, അവരാൽ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കാൻ നോക്കി. അവർ നല്ലവണ്ണം നിന്നു എന്ന് ഞാൻ പറയാൻ കാരണം എന്നറിയാവോ? കുറച്ച് സമയമായി ഇതിനോട് മല്ലടിക്കുക. എന്തിനാണെന്നറിയാവോ? മുന്നോട്ട് പോകാൻ നാഥൻ പറഞ്ഞെടുത്ത് എത്തണ്ടേ, എത്തിക്കത്തില്ലെന്ന് അടിക്കുന്ന കാറ്റും ആമേ നീ കേട്ട ശബ്ദം എത്തുമെന്നാണെങ്കിൽ നിന്നെ എത്തിക്കാൻ കഴിയുന്നവൻ നിന്റെ ഒറ്റയ്ക്കല്ല. ഇതിനകത്തിരിക്കുന്ന എത്ര പേരായാലും വളരെ ചുരുക്കമായാലും ആത്മമണ്ഡലത്തിനകത്തൊരു ദൂത് പറയാ. ആമേ, നീ കേട്ട ശബ്ദവും ആമേ നിന്നോട് സംസാരിച്ചതും ദൈവമാണെന്ന് പ്രിയരെ ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാ, ഏത് സമയത്തും നിനക്ക് വേണ്ടി എഴുന്നേൽക്കും അവൻ നിന്റെ വിടുതലിന് വേണ്ടി അവൻ എഴുന്നേൽക്കും. ആമേ, നോക്കി ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ പറ, ഇന്ന് ഞാൻ അതിനെ ജയിക്കും. ഇതുവരെ എന്റെ യാത്രയെ തടഞ്ഞ എന്റെ നന്മകൾക്ക് മേൽ അധികാരങ്ങളെ വെച്ചുകൊണ്ടിരുന്ന എന്റെ കുടുംബത്തിനകത്ത് പോരടിക്കുന്ന ചില പോരുകള് എത്ര പ്രാർത്ഥിച്ചിട്ടും പിന്നെയും പതുങ്ങിയും ഒളിഞ്ഞും കേറി വന്ന് ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നയാക്കി കളയുവാൻ അഭിഷേകമുള്ള വിളിയുള്ള 12 എണ്ണം ഇരിക്കുന്ന പടകുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ബാക്കി 11 പേര് ദൈവ പദ്ധതിക്കകത്തുള്ളവരായി ഈ പടകിലിരിക്കുന്നേ. സാധാരണ ഈ പടകിലിരിക്കുന്നേ നമ്മെപ്പോലെ ഒന്നും അല്ല ഇരിക്കുന്നേ. എന്നാന്നറിയാവോ? ദൈവം വിളിച്ച് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന പത്രോസ് മുതൽ സകലരും ഇതിനകത്ത് ഇരിക്കുക. ഇങ്ങനെയുള്ള പടകിനെതിരെയാ കാറ്റടിക്കുന്നത്. ഒരു ആത്മദൂതം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തു. എന്റെ ഭാഷയെ പറഞ്ഞ പുതിയ നിയമം എഴുതേണ്ടവൻ എവിടെ ഇരിക്കുക? പടകിലിരിക്കുക. ഒരു കാര്യം മാത്രം ഓർക്കില്ല, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ മാത്രമല്ല, അവർക്കറിയേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ പടകിൽ അമരത്തുറങ്ങുന്നവനാരാ? നിനക്കെതിരെ കാറ്റടിപ്പിക്കുന്നതിന്റെ കാരണം എന്നാന്നറിയാമോ? നീ ആരാ? ഇന്ന് രാത്രി ചോദിക്കുന്ന നീ ആരാ? ആമേ, കർത്താവിന്റെ ദാസി ചോദിച്ച വാക്യത്തിനകത്ത് ഒരു വാക്കുണ്ട്. ആമേ, പൗലോസ് എന്ന വ്യക്തി
ആമേ താൻ എന്ത് ചെയ്യാ പത്രവുമായി അധികാരപത്രവുമായി ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് ചലിച്ചപ്പോ ആമേ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചമടിച്ചപ്പോ ചോദിച്ചു, നീ ആരാ? ഓ ശകസി, ഇങ്ങനെ ഒരു ദൈവം നമ്മൾ വായിച്ച വാക്യം തന്നെ, ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം, ഇങ്ങനൊരു ദൈവം. ഈ ദൈവമായി എവിടെ ഇരിക്കുന്നറിയോ? പടകിനകത്ത് വേഷത്തിൽ മനുഷ്യനായി. ഓ ഇവ എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമേ സ്വർഗീയ മഹിമകളെ വിട്ട് താണലോകത്തിൽ ഇറങ്ങി വന്ന് ആമേ തന്നെത്താൻ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, അതിനു വേണ്ടി ആർക്കും ചെയ്യാൻ കഴിയാത്ത, ഞാൻ ആത്മാവി പറയും, ഒരപ്പനോ ഒരമ്മയോ ഒരു സഹോദരങ്ങളോ ആമേ പാപിക്ക് വേണ്ടി തങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ ലോക പാപത്തിനു വേണ്ടി ഒരുവനിതാ അറുക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ട് അങ്ങനെയുള്ള ഒരുവനായി പടകിലിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ലക്ഷ്യം എന്നാന്നറിയാമോ? ദൈവപുത്രന്റെ ദൈവിക പദ്ധതിയെയും ഈ കാറ്റ് നശിപ്പിക്കാൻ പദ്ധതിയുള്ള കാറ്റാ. ഓ റിബാസ, ദൈവിക പദ്ധതിയെ നശിപ്പിക്കുന്ന ഒരു കാറ്റ്. ഇന്ന് രാത്രി കാലം ഇങ്ങനെ അടിക്കുന്ന ചില കാറ്റുകളെ നോക്കിക്കൊണ്ട് ആത്മമണ്ഡലത്തിൽ അഭിഷേകമുള്ളവൻ ഇങ്ങനെ ഒരു വാക്കു പറയാ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്ഥാനമേറ്റപ്പോ സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അധികാരപ്പെടുത്തി. അവന് തൊട്ടവരും സൗഖ്യമായി. അവന്റെ വായി തുറന്നാൽ അത്ഭുതങ്ങൾ നടക്കും. അവന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടാൽ വിടുതൽ നടക്കും. അവൻ നോക്കിയാൽ വിടുതൽ നടക്കും. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുമെങ്കിൽ അതിന്റെ കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞു, ഒരു ദൈവ പൈതലിന്റെ കൂടെ ഇരിക്കുന്നത് ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല, നസ്രയനായ ദൈവം എന്ന ഒറ്റവാക്കി പറഞ്ഞ മരണപാശങ്ങളെ അഴിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ കൈമാറി നമ്മളോട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു ഉറപ്പിച്ച ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി ആത്മമണ്ഡലത്തെ വിളിച്ചു പറയുന്നു, ശത്രു നിന്റെ മേൽ ഒരുക്കുന്ന പദ്ധതികൾക്ക് മുമ്പിൽ നീ ഭ്രമിച്ചു പോകരുത്, നീ പതറിപ്പോകരുത്. നീ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവനായി എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം ദുഃഖങ്ങളും നിരാശകളും നെടുവീർപ്പുകളും ജീവിതത്തിൽ വന്നാലും യോബ് പറഞ്ഞതുപോലെ ദൈവം എന്ത് തന്നാലും ഞാൻ അവനെ വിട്ടു പോകത്തില്ല. നന്മയായാലും തിന്മയായാലും അത് സ്വർഗം എന്റെ മേൽ അനുവദിച്ചതാണെങ്കിൽ, സ്വർഗം എന്റെ മേൽ അനുവദിച്ച, ഞാൻ പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ദോഷത്തിന്റെ കാര്യമല്ല. നീ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിച്ചിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ദൈവവും നീയും തമ്മിലുള്ള ബന്ധത്തിൽ കളങ്കമില്ലാതെ, മാലിന്യമില്ലാതെ, വാട്ടമില്ലാതെ, കറയില്ലാതെ, ചുളുക്കമില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഭക്തനെ നോക്കിയാണ് ഞാൻ ദൂത് പറയുന്നത്. എല്ലാവരെയും നോക്കിയല്ല പറയുന്നത്, യോബിനെ നോക്ക്. യോബിനോട് പറഞ്ഞു, നിന്റെ നന്മയെല്ലാം പോയി. അത് മാത്രമായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു. നിന്റെ സന്തതി പോയില്ലേ, സന്തതി പോയത് സഹിക്കാമായിരുന്നു. പക്ഷെ നിന്റെ ശരീരത്തെ നോക്കി, സകലതും നിനക്കിനി ഒന്നുമില്ല, നിനക്കിനി പറയത്തക്ക ഒന്നുമില്ല. നാറ്റം ഭവിക്കുന്ന അവസ്ഥ. അപ്പൊ യോബ് ദൈവത്തോട് ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ യോബ് പറയുന്ന ഒരു കാര്യം, നിനക്ക്
സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി യോബിനെ അറിയിച്ച ഒരു ദൈവം, ഇന്ന് രാത്രി നെബൂഖദ്നേസറിന്റെ വായ തുറന്നൊരു ദൈവം, ആമേ ശദ്രക്ക് മേശയ്ക്ക് വേണ്ടി തീച്ചുളയിൽ ഇറങ്ങി വന്നൊരു ദൈവം, ആമേ ശിഷ്യന്മാർക്ക് വേണ്ടി ആമേ എഴുന്നേറ്റൊരു ദൈവം. ഇന്ന് രാത്രി ഇത് ശബ്ദം കേൾക്കുന്ന ചിലതിനെ നോക്കി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, മടങ്ങി വന്നാൽ, ആമേ യഥാസ്ഥാനത്ത് നിന്നാൽ, ആമേ നീയും ദൈവം തമ്മിലുള്ള ബന്ധത്തെ ആമേ പേനി ഒരിക്കൽ കൂടി ഒന്ന് ആമേ കൂട്ടി യോജിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, യഥാസ്ഥാനപ്പെടുത്തി ദൈവഹിത പ്രകാരം പ്രിയരെ നിങ്ങളായിത്തീരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് യാചിച്ചാലും അത് നിനക്ക് കിട്ടും. അത് മരണത്തിൽ നിന്നുള്ള വിടുതലായാലും, അത് രോഗത്തിൽ നിന്നുള്ള വിടുതലായാലും, അത് മറ്റെന്തോ ആയിരുന്നാലും നീ കരഞ്ഞ കണ്ണുനീര് തുടയ്ക്കാൻ സമയമായെന്ന എന്റെ സമയത്തിലേക്ക് അടുത്തു വരുന്നത് കൊണ്ട് ആത്മമണ്ഡലത്തിൽ ഞാനൊരു ദൂത് പറയാ. നീ കരയുന്ന കരച്ചിൽ മറ്റാരും കാണുന്നില്ലെങ്കിലും, മറ്റുള്ളവർ പലതും നിന്നെ നോക്കി വിധി പറയുന്നെങ്കിലും, ആമേ നിന്റെ നടപ്പ് നിന്റെ പ്രവർത്തികളും പലപ്പോഴും വിധികൾക്ക് അനുസരണമായി പലരും പലതും പറഞ്ഞെങ്കിലും നിന്റെ ഉള്ളിലെ ഞരക്കം ഞാൻ അറിയുന്നതാണ്. ഒരമ്മ തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പോലെ ആമെ കയ്പിന്റെ അനുഭവം കൊണ്ടിട്ട് ശത്രു നിന്നെ വല്ലാതെ ഉടച്ചു കളയാൻ നോക്കി. എന്നാൽ ദൈവം ആമെ പുതിയതൊന്ന് ചെയ്തു തന്നു. എവിടെ കയ്പാണെന്ന് തോന്നിയോ അവിടെ തന്നെ ഒരു ആശ്വാസത്തിന്റെ കരവുമായി സ്വർഗ്ഗം ചിലതിനെ പൊക്കിക്കൊണ്ടുവരാൻ പോവുക. ചിറക് വെച്ച് ഉയരുന്നത് പോലെ ആത്മമണ്ഡലം എന്നെ കാണിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നിന്ന ആമേ സകര്യാവ് എലിസബത്തിന്റെ ജീവിതത്തിൽ ദൈവം മാറ്റിയതുപോലെ ആത്മമണ്ഡലം എന്നോട് നിങ്ങളോട് ദൂത് പറയാൻ പറയുന്നു. നാളുകളായി പ്രാർത്ഥിച്ച മറുപടി കിട്ടാത്ത അകത്തടത്തിനകത്ത് നിന്നെ കുരുക്കിയ ചില കുരുക്കുകൾക്ക് മധ്യത്തിൽ ഇന്ന് രാത്രി കാലം തമ്പുരാൻ എന്നോട് പറയുന്നു, ഞാൻ എന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തുവണ്ണം മാറ്റിയെന്ന് നാം കാണുന്നത് പോലെ ദൈവം അത് മാറ്റാൻ പോവാ. നീ പുറത്തു വരുന്നെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ വാക്തത്വം തിരിച്ചറിഞ്ഞ് ശത്രു പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതേ സ്വപ്നക്കാരൻ വരുന്നു. അവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്കറിയാം. നാം അവനെ പിടിച്ച് ഈ കുഴിയിലിട്ട് കളയാം. നിന്നെ കുഴിയിലിടാൻ വനെ കൊണ്ട് തന്നെ ദൈവത്തിന് ദൈവ പദ്ധതി വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമോ, ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവനായിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായി. ഇന്ന് രാത്രി കാലം ദൈവപ്രസാദം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം കഷ്ടതകള്, വേദനകള്, അപവാദങ്ങള്, നിന്ദകള്, പരിഹാസങ്ങള്, ദുഷികള് ജീവിതത്തിൽ വന്നാലും നിന്നുയർന്നു നിൽപ്പാത്തക്കവണ്ണം ദൈവകൃപ നിന്നോട് കൂടെയുണ്ടെന്ന് ആത്മാവിനോട് ശക്തമായി പറയുന്നു. ആമേ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവം കണ്ട ഒരു വിളക്ക കേട്ടോ, ദൈവം കണ്ടിരിക്കുന്ന ഒരു വിളക്ക. ആമേ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ നിയോഗത്തെ ചുമക്കുന്ന ഒരു അഭിഷക്തൻ എന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പിതാവേ ദൈവകരം അനുകൂലമെന്ന് ചുറ്റും നിൽക്കുന്നവർ കാണേണ്ടതിന് നന്മയ്ക്കായിട്ട് ഒരു അടയാളം എല്ലാ ശാരീരികമായി എല്ലാ വെല്ലുവിളികളും പുറത്തു വരാതെ അകത്തിട്ട് പൂട്ടി പൗലോസിനെ ശീലാസിനെയും കാരാഗ്രഹത്തിനകത്തുള്ളറയ്ക്കകത്തിട്ട് പൂട്ടിയപ്പോ അവർ പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോ കാരാഗ്രഹം അടിസ്ഥാനം ഇളക്കി പൂട്ടുകൾ തുറന്നതുപോലെ ഭക്തനെ നിങ്ങളെ അകത്തറത്തിൽ മുതുക്കി കെട്ടി നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന്മേൽ പരിധി വെച്ച ചില ആതിരുകൾക്കുമേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ടെന്ന് ആത്മമണ്ഡലം എന്നോട് പറയുന്നു. സ്വസ്ഥതയില്ലാതെ പലപ്പോഴും കാറ്റടിപ്പിക്കുന്നുണ്ട്, പലപ്പോഴും ഭിന്നതകൾ കൊണ്ടിട്ടുന്നുണ്ട്, പലപ്പോഴും പോരുകൾ കടത്തിവിട്ട് ഒന്നു മാറി വിടാതെ ശരീരത്തോടും മനസ്സിനോടും പോരടിച്ച് വെല്ലുവിളിക്കുന്ന സകല ഇരുട്ടിന്റെ അധികാരത്തിൽ ഇന്ന് രാത്രി ഒരു ജയം കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്
പ്രാർത്ഥിച്ചോ. ആമേ ദൈവകരം അനുകൂലമായി ചലിക്കാൻ പോവുക. ദൈവകരം അനുകൂലമായി ചലിക്കാൻ പോവുക. ആമേ അർജുന ജഗൽശസിയ ആ കുറിയനക്കാരൻ ക്രൂശ് ചുമന്നത് മൂലം അവന്റെ ചരിത്രത്തെ ദൈവം മാറ്റി. നീ അറിഞ്ഞ സത്യം പ്രീതാവേ, അത് നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റും. ചിലതിനെ ദൈവം പിടിക്കും കേട്ടോ. പത്രോസ് ആദ്യം വീശി, പക്ഷെ ശൂന്യമായി. എന്നാൽ കർത്താവിന്റെ ശബ്ദത്തിന് പടക് വിരിച്ചപ്പോൾ, പടകിന് ഒരുക്കുകയും വല വിരിച്ചപ്പോ പിടുത്ത മീൻകൂട്ടും കിട്ടി. എന്തും ചെയ്യാൻ പോവാ. 2025 വരും ദിവസങ്ങളിൽ ഒരു സന്തോഷവും ഉല്ലാസവും നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിലെ ആ ശൂന്യത പോലെ കയറി കിടക്കുന്ന കെട്ട് ദൈവം പൊളിക്കാൻ പോകും. ഒരു അത്ഭുതത്തിന്റെ കരം ശക്തമായി പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിനകത്ത് കടകെട്ടി വച്ചുവേദി കർമ്മനച്ചുര മറത്തുകെട്ടി ഉദരബന്ധൻ മറച്ചുര ശസിയ കർത്താവേ, നിന്റെ ഭക്തനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ആമെ ഉദരത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ. നിന്റെ ദാസന്റെ മേൽ ഒരു ഹീലിംഗ് നടക്കട്ടെ. കർത്താവേ, ആമെ ശഗസിയ ആമെ ചിലത് എഴുന്നേൽപ്പിക്കുന്നു, അസ്ഥിയോട് ചേരുന്നു. ആമെ ക്ഷണത്തിന്റെ വിടുതൽ ഭക്തന്റെ മേൽ ദൈവാത്മാവ് കൈമാറുക. ആമെ ശരീരത്തിനകത്തുണ്ടോ ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ആമെ ആത്മ കണ്ടുകൊണ്ട് ചിലത് കാണാൻ തയ്യാറായിക്കോ. ആമെ പ്രാർത്ഥനാമുഖി ആമെ പ്രാർത്ഥിക്കുന്നതിൽ അലക്ഷ്യത വേണ്ട. ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ചില മറുപടികൾ പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ പറയുന്നു, എലിയാവ് പറഞ്ഞു, ഹേഗസ്യ നീ നോക്ക്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒരു കൈപ്പത്തി മേഘം എന്നല്ല പറഞ്ഞത്, നീ കടലിൽ പോയി നോക്ക്, എന്തെങ്കിലും ഒന്ന് കാണും. പ്രാർത്ഥിക്കും. 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, 6 പ്രാവശ്യം പോയി, ഒന്നും കണ്ടില്ല. പക്ഷെ പ്രാർത്ഥനയിൽ മടുപ്പ് വരാതെ 7-ാം പ്രാവശ്യം പോയി ഒരു കൈപ്പത്തി മേഘം പൊങ്ങിയത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടയാളത്തോടു കൂടെ ദൈവം ചിലതിനെ തൊടാൻ പോവാ. Thank you, Jesus. Thank you, Holy Spirit. ഒരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു ഭക്തനെ. ആത്മമണ്ഡലത്തിനകത്ത് ഒരു വരൾച്ച മാറാൻ പോകുക, ഒരു വളർച്ച മാറാൻ പോവുക. എന്തിയാ ശൂന്യത മാറാൻ പോവുക. ഒരു പുതുക്കം സംഭവിക്കാൻ പോവുക. ആത്മീയ ഭൗതിക ജീവിതത്തിനകത്ത് ശത്രു കുരുക്കിട്ടിരുന്ന എല്ലാ മരണക്കെട്ടും ഇന്ന് പൊളിക്കും ദൈവം. പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. പ്രതിയോഗിയോട് ദൈവം പ്രതിക്രിയ ചെയ്യുമെന്ന് ഭക്തനോട് ആത്മാവിനോട് ആലോചന പറയുന്നു. ആര് നിന്റെ കൂടെ ഇല്ലെങ്കിലും ഭക്തനെ ദൈവം കൂടെ ഉണ്ടെന്ന്. ഇരിക്കാൻ പറഞ്ഞത് എലിയാവിനോട് ദൈവമാണെങ്കിൽ കാക്കയോട് പറഞ്ഞ് കൽപ്പിച്ചതും ദൈവമാണെന്ന് ആത്മാവിനോട് പറഞ്ഞു. ഇന്നലകളിൽ ഇരുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഇരുന്നില്ലേ. അനേക പ്രതിസന്ധിക്കകത്ത് ഞാൻ നിന്റെ കരം പിടിച്ച് നടത്തി. നിന്നെ മാനിച്ച ദൈവം ഞാൻ. ശൂന്യതകളും ഇല്ലായ്മകളും വേദനകളും നിരാശകളും പലപ്പോഴും ശത്രു പടത്തിവിട്ടെങ്കിലും അവിടെ നിന്നെല്ലാം നഷ്ടങ്ങൾ ലാഭമാക്കി മാറ്റി ഇത്രത്തോളം കൊണ്ടുവന്ന് ശ്രേഷ്ഠവും മാന്യവുമായി നിർത്തിയ എന്റെ കൃപയൊന്നു മാത്രമാണെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഈ വിധത്തിൽ വിടുവിക്കുന്ന മറ്റൊരു ദൈവമില്ലാതെയാൽ ശദ്രക്ക് മേശക്ക് അഭേദനകവും പറയുന്നത് പോലെ ഈ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഏത് സാധ്യതകൾ എന്റെ മുമ്പിൽ വന്നാലും ഞാൻ അറിഞ്ഞ സത്യത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ലെന്ന് പ്രിയരെ നിങ്ങൾ ഹൃദയത്തിനകത്ത് നിർണയിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ദൂതൻ ഇതിനകത്ത് ഇറങ്ങി വരാൻ പോവുക. ഇതിനകത്തിരിക്കുന്ന സകലത്തിന്റെ മേലും ആ ദൂതൻ ഇറങ്ങി വരാൻ പോവുക. ലോകം കെട്ടിയ കെട്ട് ദൈവം അഴിക്കും. ലോകം കെട്ടിയ കെട്ട് ഇന്ന് രാത്രികാലം തമ്പുരാനോട് പറയുന്നു. നെബൂഖദ്നേസർ ബലവാന്മാരെ കൊണ്ട് കെട്ടിച്ച കെട്ട് ബലവാനിൽ ബലവാനായവൻ, രാജാതി രാജാവായവൻ. ഒന്നുകൂടെ പറയാ, ഈ ലോകത്തിന്റെ രാജാവ് കെട്ടിയ കെട്ട് രാജാതി രാജാവ് അഴിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ലോകത്തിലെ ബലവാന്മാർ എടുത്തുകൊണ്ട് പോയവനെ ദൈവം നടത്തിപ്പിക്കും. ബലവാന്മാർ എടുത്തുകൊണ്ടുപോയി അവരെ തീക്കകത്ത് എടുത്ത ക്ഷണത്തിൽ ബലവാന്മാരെ ദഹിപ്പിച്ചു.
ഒരു കാര്യം പറയാം, എടുത്തുകൊണ്ടുപോയവനെ ദഹിപ്പിക്കുന്ന തീക്കകത്ത് അവൻ നീ ദഹിക്കാത്തതിന്റെ കാരണം എന്നറിയാവോ? അവൻ നിന്റെ ദൈവം ദഹിപ്പിക്കുന്ന അത് നിന്റെ പുറത്തുള്ള തീക്കൊന്നും നിന്നെ തൊടാൻ പറ്റത്തില്ല. പുറത്തുള്ള തീക്കൊന്നും നിന്നെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നോക്കി നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ മുമ്പിൽ, നോക്കി നിൽക്കുന്ന ദേശത്തിന്റെ മുമ്പിൽ, നോക്കി നിൽക്കുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ, നോക്കി നിൽക്കുന്ന മുമ്പിൽ, നിന്റെ ചാർച്ചക്കാരൻ, നിന്നോട് സ്നേഹിതരും അവര് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു. എന്നാൽ ഇവരുടെ ഹൃദയത്തിൽ ഒരു നിർണയമുണ്ട്, ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലും നിത്യത നശിക്കാൻ അല്ല നിത്യത നഷ്ടമാകാൻ ഞാൻ പറയത്തില്ല. ഇന്ന് രാത്രി എത്ര പേര് പറയും, എത്ര പേര് പറയും, കർത്താവേ നെബൂഖദ്നേസറിന് വേണ്ടി ദൈവ പ്രവർത്തി വന്നപ്പോ നെബൂഖദ്നേസറിന്റെ കണ്ണു തുറന്നു, അവന്റെ വായു തുറന്നു. ഇന്ന് രാത്രി ഒരുവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ ചിലതിന്റെ വായു തുറക്കാനോ ചിലതിന്റെ കണ്ണു തുറക്കാനോ അനുകൂലമായ ഒരു വിധി, ഇതുവരെ നിനക്ക് പ്രതികൂലമായി എഴുതിയിരുന്ന വിധിയെ അനുകൂലമായി എഴുതി നിന്നെ തൊടരുതെന്ന് ശത്രുവിനെ കൊണ്ട് അല്ലെങ്കിൽ നിന്റെ പ്രതിയോഗിയെ കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിച്ച അധികാരപത്രം എഴുതിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാൻ നീ സേവിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി മാറും. ഇന്ന് രാത്രി മണ്ഡലത്തിൽ ഞാൻ പറയാ, നിന്റെ കഷ്ടതയുടെ സമയം അധികം ദൂരമില്ല, നിന്റെ വേദനയുടെ ദൂരം അധികമില്ല. നീ എവിടെ നെടുവീർപ്പ് വീഴേണ്ടി വരുമെന്ന് പറഞ്ഞു, എവിടെ നീ തല കുനിക്കുമെന്ന് പറഞ്ഞു, എവിടെ നീ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞു, അവിടെ നീ ജയോത്സവമായി. നീ ഇതുവരെ 3 പേർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇനി അവര് പറയും അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരു ദൈവമുണ്ട്. എത്ര പേര് പറയാൻ പറ്റും? ഇന്ന് രാത്രി പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാപ്പാൻ അല്ലെങ്കിൽ എന്നെ സൂക്ഷിപ്പാൻ അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നെ വിളിച്ചത് സാധാരണ വിളിയല്ല, എന്നെ വിളിച്ചത് മനുഷ്യനല്ല, എന്നെ വിളിച്ചത് ഈ ലോകത്തിലെ ആരുമല്ല, എന്റെ ദൈവം എന്നോട് പറഞ്ഞതാ, പൗലോസേ നീ എന്തെല്ലാം ചെയ്യണം, നീ എന്തെല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും, അതിന്റെ മുമ്പിൽ പതറാതെ ഉറച്ചു നിന്ന ഭക്തനു വേണ്ടി ദൈവകരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ ഉറച്ചും ധൈര്യമുള്ളവനായി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലത്തിനകത്ത് ദൈവം അനുകൂലമായി ഇറങ്ങി വന്നു. വ്യക്തിയോട് ആത്മാവ് പറയുന്നു, രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നത് അവക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ സേവിക്കുന്ന ദൈവമല്ല നവോമി സേവിക്കുന്ന അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടിറങ്ങിയത് മുതൽ അവർക്ക് പ്രതികൂലമായി വെളിപ്പെട്ടത് ജീവനുള്ള ഒരു ദൈവമാകിയാൽ അതാണ് എന്റെ ജീവിതത്തിലും ഈ നഷ്ടത്തിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് അവൾ സ്വന്തത്തെയും ബന്ധത്തെയും വിട്ടേച്ച് ആ ദൈവത്തെ തേടി വന്നവളെ ദൈവം ആദരിച്ച് ബോബസിന്റെ വയലിൽ എത്തിച്ചതുപോലെ നിന്റെ നഷ്ടങ്ങളെ ഓർത്ത് കരയണ്ട, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നിടത്ത് നിന്നോട് കൂടെ ഇറങ്ങി വന്ന് നീ കാള പിറക്കുന്നവളായിട്ടല്ല, നിന്നെ ചിലതിനൊക്കെ അവകാശിയാക്കത്തക്കവണ്ണം എന്റെ ദൈവത്തിന് അത്ഭുതങ്ങൾ ഇന്നും ചെയ്യാൻ കഴിയുമെന്ന് മറന്നു പോകരുത്. ഏതെല്ലാം ശോധനകൾ വന്നാലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവനോടുള്ള സ്നേഹം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന്. നീ വെള്ളത്തിൽ കൂടെ കടന്നാലും തീ കൂടെ കടന്നാലും അതൊന്നും നിന്നെ തൊടാതെ വണ്ണം നിന്നെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവമെന്ന് അവനോട് പറയുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ അങ്ങേ പൂർണ്ണ മനസ്സോടെ
പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോട് സേവിക്കും കർത്താവേ. ഇന്ന് രാത്രി കേട്ടത് ശബ്ദം ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ലാകിയാൽ ഏത് ഗോത്രവും ഭാഷക്കാരും വംശക്കാരും അപ്പാ അങ്ങയുടെ മുമ്പിൽ വണങ്ങേണ്ടതിന് രാജാവിന്റെ വായെ തുറന്ന് കൽപ്പന പുറപ്പെടുവിച്ച ദൈവമേ, ഇങ്ങനൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഈ കേട്ട സകല ഡിവൈസിലിരിക്കുന്ന ഗൂഗിൾ മീറ്റിലിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും അപ്പാ ഹിന്ദുലേഖ സിസ്റ്ററിന്റെ മേലും സ്വർഗത്തിലെ ദൈവം കൈമാറണം കർത്താവേ. ഒരടയാളം ഒരിക്കൽ കൂടെ പറയാം, നട്ടവനും നനച്ചവനുമല്ല വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ മേലാൽ കാണുകയില്ല. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇത്രത്തോളം സമയം വളരെ ക്ഷമയോടുകൂടെ ദൈവവചനം കേട്ട ആലോചനകൾ എല്ലാവർക്കും വിശേഷാൽ എന്നെ ഇങ്ങനെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്കുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.